ഉണ്ണിയും ഒരു സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസറും നിങ്ങൾ തമ്മിൽ ഒരു വാക്കുതർക്കമുണ്ടായി. അതിപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ ഓഡിയോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണെങ്കിലോ അതിനെക്കുറിച്ചാണെങ്കിലോ അത് ഞാൻ പറഞ്ഞിട്ട് സിനിമയായിട്ട് കാണാതെ ഒരു സ്പെക്യുലേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അങ്ങനെയാ തോന്നുന്നത്. എനിക്ക് നമ്മുടെ സഹിക്കാൻ പറ്റിയില്ല കുറേ കാര്യങ്ങളൊക്കെ. ഉം. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നു അത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ട്രാക്ഷൻ വേണം. ട്രാക്ഷൻ വരുമ്പോൾ അതിന് മോണിറ്റൈസേഷൻ ഉണ്ടെങ്കിൽ അത് റവന്യൂ ആയി മാറും. റവന്യൂ എന്ന് വെച്ചാൽ അയാൾ പറയുന്നത് അയാൾ ശരിയാണത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ അരി മേടിക്കാനാണെന്നാണ് പറഞ്ഞത്. കൃത്യമായിട്ട് പറഞ്ഞാൽ അരി മേടിക്കാനാണെന്ന് പറയാം. അങ്ങനെ ഒരാൾ പറയണേ ഞാൻ അന്നത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ ഐ തിങ്ക് ഐ ഹാവ് ടു റെസ്പെക്ട് ദാറ്റ്. ഓക്കെ, ഒരാൾ പച്ചയ്ക്ക് പറഞ്ഞു ഞാനിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും സംസാരിക്കുന്നതും എൻ്റെ ഊഹാബോധങ്ങൾ പങ്കുവെക്കുന്നതും അത് നിങ്ങളെ ഏത് രീതിയിൽ ബാധിച്ചാലും എനിക്ക് വിഷയമില്ല. ബിക്കോസ് ഞാൻ അരി മേടിക്കാനാണെന്ന്. ഞാനും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് ഈ പണിയെടുക്കുന്നത്. പുള്ളി അത് ചെയ്യണേ. പുള്ളിയുടെ വീട്ടിൽ ഞാൻ ഞാൻ ഒരുപാട് തെറിയൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ. പുള്ളിയുടെ വീട്ടിൽ അച്ഛനും ഉണ്ടാവും, അമ്മയുണ്ടാവും, ഭാര്യ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുഹൃത്തുക്കളോ കുട്ടികളോ ഉപയോഗിട്ട് ഈ അരി ആ വീട്ടുകാർ തന്നെ കഴിക്കണ്ടാവുക. അപ്പോൾ എൻ്റെ തെറി കേട്ടിട്ട് ഒരു വീട്ടിൽ ഒരു അരി മേടിക്കാൻ ഒരു നല്ല കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഐ വെൽക്കം ഇറ്റ്. എനിക്ക് അത്രയും പറയാം. ബിക്കോസ് അയാൾ പറയാനില്ല ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇതിനാണെന്ന്. പക്ഷെ അരി മേടിക്കാനാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ സത്യത്തിൽ അന്നോട്ട് പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ആൻഡ് അതിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മൾ 10-12 വർഷം ഒരു സ്ഥലത്ത് നിന്ന ഒരാളെ ഒറ്റയടിക്ക് ജഡ്ജ് ചെയ്തിട്ട് നിങ്ങൾ പ്രിവിലേജ് സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സിനിമാ നടൻ ഒരു സാധാരണ യൂട്യൂബറിനെ വിളിച്ച് തെറി വിളിക്കുന്നത്. ഞാൻ 5 മിനിറ്റിൽ മാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിങ് അയച്ചത്. പിന്നെയും എൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ കണി കണ്ട സാധനം എല്ലാം എൻ്റെ വാട്സപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളിലേക്ക് എത്തും. അപ്പോൾ പുള്ളി ഇപ്പോഴും ഇട്ടത് മറ്റേ എഡിറ്റ് ചെയ്ത ചെറിയ പോർഷൻ. അപ്പോൾ പേടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചതും ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഹിന്ദുത്വ അജണ്ട എടുക്കാനോ അല്ലെങ്കിൽ മറ്റേ ഭക്തി വിട്ട് ജീവിക്കാനോ അങ്ങനത്തെ ഒരാളല്ല ഞാൻ. ബിക്കോസ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ വന്ന സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഭയങ്കര പാഷനേറ്റ്ലി നിങ്ങൾ വിചാരിക്കുന്ന മുന്നേ 18 വർഷമായി. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ 12 വർഷമായി സിനിമയിൽ. പക്ഷേ എൻ്റെ ഇപ്പം എനിക്ക് 35 വയസ്സ് പറയുന്നില്ലേ, ഞാനെപ്പോഴും ആലോചിക്കുകയാണെങ്കിൽ എൻ്റെ 18 വയസ്സ് മുതൽ ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ആയി പോയി. അതിൽ 12 വർഷം ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഫോർ എന്തിനെന്ന് നോക്കുമ്പോൾ ഇന്നും മൊത്തം വിവാദങ്ങളും പറയാത്ത കാര്യങ്ങളും വരും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസമാണ് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അമ്മ പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണോ നീ ഇതിലേക്ക് വന്നത്? കേൾക്കണം. നിനക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടായിരുന്നു, സിനിമയിൽ അഭിനയിച്ചു, നിനക്ക് മതിയായി കൂടെ. എൻ്റെ അമ്മയ്ക്ക് അറിയാം ഇത് എനിക്ക് നാളെ നിർത്താനുള്ള മൈൻഡ് സെറ്റ് ഉണ്ട് എനിക്ക്. നാളെ എനിക്ക് എൻ്റെ പടം കഴിഞ്ഞിട്ടോ എന്ന് പറയാൻ ഒരു മടിയില്ല. എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ എന്ന് വെച്ചാൽ ഞാൻ ഇത് വിട്ടിട്ട് എവിടെ പോകുന്നു വിചാരിക്കരുത്. എന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് നിന്നിട്ട് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നത് ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റ് പറയാണ്. അല്ലാതെ നമ്മളിത് ഇപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കാലം മാറുന്നതനുസരിച്ച് എന്നിൽ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ ഞാൻ ഔട്ട്ഡേറ്റഡ് ആയി പോകും. ഇന്നത്തെ സോഷ്യൽ സ്പേസ് അത് കുറച്ച് പേരേ ഉള്ളൂ. ഞാനത് മൊത്തത്തിൽ മലയാളി സമൂഹം അങ്ങനെ ആയി എന്ന് പറയുന്നില്ല. ചെറിയ ആൾക്കാർ ഇത് നമ്മൾ മീഡിയയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് വരികയാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം എനിക്കിതൊക്കെ വരും. ഞാൻ എത്ര ഒഴിവാക്കി നിന്നാലും ആരെങ്കിലും അയച്ചു തരും. ടെൻഡൻസി ടു സീ ആൻഡ് റീഡ് ഈസ് ദെയർ. ഇതിൽ റിയാക്ട് ചെയ്യാതെ പോയവരുണ്ട് നടന്മാർ ഒരുപാട് പേര്. ഞാൻ വന്ന സാഹചര്യം ഈസ് വെരി ഡിഫറെൻറ്റ്. എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാനത് സിമ്പതി ലൈനിൽ പോലും സംസാരിക്കാറില്ല. ദാറ്റ് ഈസ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ട് ട്രെയിൻ പിടിച്ചിങ്ങോട്ട് വന്നു, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് എനിക്ക് അങ്ങനെയല്ല. ഐ ആം വെരി പ്രൗഡ് ഓഫ് വാട്ട് ഹാസ് ഹാപ്പൻ ഇൻ മൈ ലൈഫ്. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. യാതൊരുവിധ സിനിമാ പാരമ്പര്യവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നുമാണ് ഇദ്ദേഹം വരുന്നത്. അതായത് സിനിമയിൽ ഇദ്ദേഹത്തിന് ഒരു ഗോഡ് ഫാദർ ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മാളികപ്പുറം എന്ന സിനിമയിലാണ് ഇദ്ദേഹം ഏറ്റവും അവസാനമായി പ്രത്യക്ഷപ്പെട്ടത്. അതിഗംഭീര റിപ്പോർട്ടുകളാണ് ചിത്രത്തിന് ലഭിച്ചത് എങ്കിലും ചില യൂട്യൂബർമാർ ചിത്രത്തിനെതിരെ മനഃപൂർവ്വം നെഗറ്റീവ് പ്രചരിപ്പിച്ചത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു. ബട്ട് സിനിമ എത്രത്തോളം ഹിറ്റ് ആവുമെന്ന് അറിയില്ല. മാളികപ്പുറം പോലത്തെ എൻ്റെ കരിയറിൽ ഇങ്ങനെ ജനകീയമായിട്ട് ഒരു വലിയ ഹിറ്റും പിന്നെ ഓൾ ഏജ് കാറ്റഗറിയിൽ മാത്രമല്ല കുറച്ചുകൂടി ഡീപ്പറായിട്ട് ഇപ്പം 5 വയസ്സുള്ള ഒരു മോന് അവൻ എൻ്റെ പേര് അറിഞ്ഞില്ലെങ്കിലും എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. മുത്തശ്ശിമാര് ഒരു വലിയൊരു ഓഡിയൻസ്. എനിക്ക് തിയേറ്റർ സ്പേസിൽ നിന്ന് എനിക്ക് ഒരുപാട് കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തിയേറ്ററിൽ പൂർണ്ണമായിട്ട് വരാത്തൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്.
അവരെല്ലാം തിയേറ്ററിൽ നിന്റെ സിനിമ കൊണ്ടുവന്നു. എസ്പെഷ്യലി ദിലീപേട്ടൻ്റെ എന്നോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു, ദിലീപ് സിനിമകൾക്ക് വരുന്ന ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു, അത് വന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഫുൾ ഫാമിലി ആൻഡ് കിഡ്സ് അങ്ങനെ. ഇത്തരത്തിൽ ഒരു വിവാദമായിരുന്നു ഉണ്ണിമുകുന്ദനും വ്ളോഗർ സായിയും തമ്മിൽ നടന്നത്. സീക്രട്ട് ഏജന്റ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യൂട്യൂബിലെ പേര്. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. പിന്നാലെ ഉണ്ണിമുകുന്ദനെ പറ്റി നിരവധി വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം. ഉണ്ണിമുകുന്ദന്റെ കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സീക്രട്ട് ഏജന്റായ സായി വീഡിയോ പങ്കുവച്ചത് ഏറെ ചർച്ചയായി മാറിയിരുന്നു. അതുമാത്രമല്ല, ഉണ്ണിമുകുന്ദനുമായുള്ള ഫോൺ സംഭാഷണമൊക്കെ കട്ട് ചെയ്തൊക്കെ സായി പങ്കുവച്ചത് വലിയ രീതിയിലാണ് പുറത്തേക്ക് വന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഉണ്ണിമുകുന്ദൻ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞതാണ് ചർച്ചയായി മാറുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, സീക്രട്ട് ഏജന്റ് എന്ന വ്യക്തിയെ വിളിച്ച് താൻ ചീത്ത പറഞ്ഞതും താൻ തെറിയൊക്കെ വിളിച്ചിരുന്നു, എന്നാൽ അരി വാങ്ങാനാണ് ഇതെന്ന് പറഞ്ഞ ശേഷം തനിക്ക് ഉത്തരമില്ലാതായി പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉണ്ണിമുകുന്ദൻ പറയുന്നത് ഇങ്ങനെയാണ്: താൻ കാരണം തന്റെ 2 തെറി കേട്ടപ്പോൾ ഒരാൾക്ക് അരി വാങ്ങാനുള്ള കാശ് കിട്ടിയെങ്കിൽ താൻ 2 തെറി വിളിച്ചപ്പോൾ അത് 4 ആള് അറിഞ്ഞപ്പോൾ അയാൾക്ക് അരി വാങ്ങാൻ, അയാളുടെ വീട്ടുകാർ ആ ചോറ് കഴിക്കും, ഭാര്യ കഴിക്കും, അവർക്ക് അരി വാങ്ങാനുള്ള കാശ് കിട്ടിയെങ്കിൽ അതൊരു വലിയ കാര്യമല്ലേ? അത് തനിക്ക് സന്തോഷമുണ്ട്. താൻ ചെയ്യുന്ന ജോലിയും അരി വാങ്ങാനാണ്, അദ്ദേഹം ചെയ്യുന്നതും അരി വാങ്ങാനാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് ഉണ്ണിമുകുന്ദൻ ചോദിക്കുന്നത്. സീക്രട്ട് ഏജന്റിന് ഒരു നല്ല പണിയാണ് ഈ ഇന്റർവ്യൂയിലൂടെ ഉണ്ണിമുകുന്ദൻ നൽകിയതെന്നും നല്ല മറുപടിയാണ് ഇതെന്നുമാണ് ഇന്റർവ്യൂ കണ്ട ആരാധകർ പറയുന്നത്.